അച്ഛനും അമ്മയും അല്ലാതെ നീ ഒരു ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചിരുന്ന ആളാരാ? അല്ലെങ്കിൽ നിനക്ക് വേണ്ടി കഷ്ടപ്പെടാം, എനിക്കാണെങ്കിൽ നിന്നെ കഷ്ടപ്പെടണ്ടേ? ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. എന്നോട് കുറേ പേര് പറഞ്ഞു നിന്റെ ബ്രദർ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടില്ലേ, അല്ലെങ്കിൽ നിന്റെ ബ്രദർ എനിക്ക് വേണ്ടി കഷ്ടപ്പെടണേ. അവനെ ജനിപ്പിച്ചപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു, എഴുതി വിട്ടിട്ടുണ്ടായിരുന്നു, നിന്നെ ജനിപ്പിക്കുന്നത് നിന്റെ അനിയത്തിനെ നോക്കാനാണ്, നിന്റെ അനിയത്തിമാരെ നോക്കാനാണ്. അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഇവൻ നമ്മുടെ പാരൻസിനാണെങ്കിലും ഒരു സർട്ടൻ ഏജ് വരെയാണ് ആ റെസ്പോൺസിബിലിറ്റി ഉള്ളത്. നമുക്ക് വകതിരിവുണ്ടായി നമുക്ക് ജോബ് ചെയ്യാൻ, നമുക്ക് ഏൺ ചെയ്യാനൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഈ ലോകത്ത് ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്നറിയോ? എൻ്റെ ഭർത്താവ് നോക്കിക്കോളും, എൻ്റെ അച്ഛൻ നോക്കിക്കോളും, എൻ്റെ അമ്മ നോക്കി. എന്തിനാ ഒരാൾ നമ്മൾ നോക്കുന്നത്? നിങ്ങൾ അതിനുള്ള വക ഉണ്ടാക്കണം. അത് നിങ്ങളുടെ പാരൻസ് നിങ്ങൾക്ക് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്യണം. എളുപ്പമാടോ, ഇപ്പോഴത്തെ കാലത്ത് എളുപ്പമാണ്. ഞാൻ കണ്ടിട്ടുണ്ട് കുറേ പേര് പറയുന്നത്, ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ ചെറുക്കനോട് ഞാൻ എൻഗേജ്മെൻറ്റിന് ഫോൺ മതി എന്ന് പറഞ്ഞു, എനിക്ക് അത് മതി എന്ന് പറഞ്ഞു. അവനും കഷ്ടപ്പെടുന്ന ഒരാളാണ്, അവൻ്റെയും വേർപ്പാണ്. സ്നേഹം കൊണ്ട് തരുന്നതും ഡിമാൻഡ് ചെയ്ത് കിട്ടുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. സ്നേഹം കൊണ്ട് നോക്കുന്നവരുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം എൻ്റെ ബ്രദറിൻ്റെ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു ബ്രദർ നോക്കണം, ബ്രദർ എനിക്ക് എന്തെങ്കിലും തന്നാൽ അത് അവൻ്റെ സ്നേഹം കൊണ്ട് തരുന്നതാണ്, അല്ലാതെ നമുക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. നീ അത് ചെയ്യണം. എൻ്റെ അച്ഛനോട് നീ എന്തേ അവളെ നോക്കിയില്ല, അവരോട് ചോദിക്കാൻ കുറേ ആൾക്കാരുണ്ടാവും. പക്ഷെ നിങ്ങളത് കണ്ടറിഞ്ഞ് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ, സത്യം പറയട്ടെ, എനിക്ക് സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്തവർ എനിക്കിഷ്ടമല്ല. എൻ്റെ കൂടെ ഉള്ള ഫ്രണ്ട്സ് ആണെങ്കിലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എപ്പോഴും എന്നെ പറയുന്നവരോ ഞങ്ങൾ എന്തെങ്കിലും ഏൺ ചെയ്ത് നമുക്ക് ഉണ്ടാക്കണം, നമ്മൾ എത്ര വെച്ചിട്ട് അച്ഛനോട് ചോദിക്കുക. അങ്ങനെ നിങ്ങൾ വളരണം മക്കളെ. ഇപ്പോഴത്തെ പുതിയ തലമുറനോട് എനിക്ക് പറയാനുള്ളത്, അച്ഛൻ്റെ പൈസ വെച്ചിട്ട് ആഘോഷിക്കാൻ എല്ലാവർക്കും പറ്റും. നിങ്ങൾ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് ആഘോഷിച്ച് നോക്കിയാൽ അതിൻ്റെ വൈബ് വേറെ ഒരു ലെവലാടാ.